അടുത്തിടെ DRDO വിജയകരമായി ട്രയൽ നടത്തിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ ഷയാങ്ക് NG. അടുത്തിടെ DRDO വിജയകരമായി ട്രയൽ നടത്തിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ ഷയാങ്ക് NG. 40ാമത് ഇൻ്റർനാഷണൽ ഫോക്ലോർ ഫെസ്റ്റിവലിന് വേദിയായത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. 40ാമത് ഇൻ്റർനാഷണൽ ഫോക്ലോർ ഫെസ്റ്റിവലിന് വേദിയായത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. മലയാളം മിഷൻ്റെ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ്. മലയാളം മിഷൻ്റെ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ്. രാജ്യത്തെ തദ്ദേശവാസികളോടുള്ള ആദരസൂചകമായി ദേശീയഗാനത്തിലെ ഫോർ വി ആർ യങ് ആൻഡ് ഫ്രീ എന്ന വാക്കിന് പകരം ഫോർ വി ആർ വൺ ആൻഡ് ഫ്രീ എന്ന് ചേർക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. രാജ്യത്തെ തദ്ദേശവാസികളോടുള്ള ആദരസൂചകമായി ദേശീയഗാനത്തിലെ ഫോർ വി ആർ യങ് ആൻഡ് ഫ്രീ എന്ന വാക്കിന് പകരം ഫോർ വി ആർ വൺ ആൻഡ് ഫ്രീ എന്ന് ചേർക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. 40ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2021 വേദിയാകുന്നത് തിരുവനന്തപുരം. 40ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2021 ആയുർവേദ ഫെസ്റ്റിവൽ 2021 വേദിയാകുന്നത് തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാ പെയിൻറ്റിങ് കണ്ടെത്തിയത് സുലവേസി ദ്വീപിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാ പെയിൻറ്റിങ് കണ്ടെത്തിയത് സുലവേസി ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഓംകാരേശ്വർ ഡാമിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഓംകാരേശ്വർ ഡാം. ഖാദി ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഇ-കൊമേഴ്സ് പോർട്ടലാണ് eKhadiIndia.com. ഖാദി ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഇ-കൊമേഴ്സ് പോർട്ടൽ eKhadiIndia.com. കേരള ടൂറിസത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി മാതൃകയാക്കി നടപ്പാക്കാൻ കേരളവുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കേരള ടൂറിസത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി മാതൃകയാക്കി നടപ്പിലാക്കാൻ കേരളവുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട സംസ്ഥാനമാണ് മധ്യപ്രദേശ്. തെലുങ്കാന ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ജസ്റ്റിസ് ഹിമ കോഹ്ലി. തെലുങ്കാന ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതയായത് ജസ്റ്റിസ് ഹിമ കോഹ്ലി. ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കാം. അടുത്തിടെ DRDO വിജയകരമായി ട്രയൽ നടത്തിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ ഷയാങ്ക് NG. DRDO വിജയകരമായി ട്രയൽ നടത്തിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ ഷയാങ്ക് NG. 40ാമത് ഇൻ്റർനാഷണൽ ഫോക്ലോർ ഫെസ്റ്റിവലിൻ്റെ വേദിയായത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. മലയാള മിഷൻ്റെ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം നേടിയത് ഡോക്ടർ അശോക് ഡിക്രൂസ്. മലയാള മിഷൻ്റെ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് അശോക് ഡിക്രൂസ്. രാജ്യത്തെ തദ്ദേശവാസികളോടുള്ള ആദരസൂചകമായി ദേശീയഗാനത്തിലെ ഫോർ വി ആർ യങ് എന്ന പദത്തിന് പകരം ഫോർ വി ആർ വൺ എന്ന ചേർക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. 40ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2021 വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. ആയുർവേദ ഫെസ്റ്റിവൽ 2021 വേദി തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാ പെയിൻറ്റിങ് കണ്ടെത്തിയത് സുലവേസി ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഓംകാരേശ്വർ ഡാമിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഓംകാരേശ്വർ ഡാം. ഖാദി ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഇ-കൊമേഴ്സ് പോർട്ടലാണ് eKhadiIndia.com. കേരള ടൂറിസത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി മാതൃകയാക്കി നടപ്പാക്കാൻ കേരളവുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട സംസ്ഥാനമാണ് മധ്യപ്രദേശ്. തെലങ്കാന ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതയായത് ജസ്റ്റിസ് ഹിമ കോഹ്ലി. 11ാമത്തെ ക്വസ്റ്റ്യൻ.
2021 ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച രാജ്യങ്ങളുടെ എണ്ണം 5. 2021 ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച രാജ്യങ്ങളുടെ എണ്ണം 5. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിൻ്റെ ഭാഗമായി സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി ഡിജിറ്റൽ വോട്ടിംഗ് നടത്തിയത്? കേരളത്തിലാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിൻ്റെ ഭാഗമായി സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി ഡിജിറ്റൽ വോട്ടിംഗ് നടത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2021 ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീം PSG. 2021 ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീം PSG. 2021 ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീം PSG. വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപത്തിൽ 2016 മുതൽ ലോകത്തിലെ അതിവേഗം വളരുന്ന ടെക് ഹബ്ബായി മാറിയ ഇന്ത്യൻ നഗരം ബംഗളൂരു ആണ്. വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപത്തിൽ 2016 മുതൽ ലോകത്തിലെ അതിവേഗം വളരുന്ന ടെക് ഹബ്ബായി മാറിയ ഇന്ത്യൻ നഗരം ബംഗളൂരു. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച വൈറസ് രോഗം പക്ഷിപ്പനിയാണ്. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച വൈറസ് രോഗം പക്ഷിപ്പനി. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച വൈറസ് രോഗം പക്ഷിപ്പനി. ജനഗ്രഹയുടെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ കേരളത്തിലെ നഗരസഭയാണ് തിരുവനന്തപുരം. ജനഗ്രഹയുടെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ കേരളത്തിലെ നഗരസഭ തിരുവനന്തപുരം. ജനഗ്രഹയുടെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ കേരളത്തിലെ നഗരസഭ തിരുവനന്തപുരം. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി പാനലിൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശൻ. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി പാനലിൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശൻ. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിദിനം 2 GB നിരക്കിൽ സൗജന്യ ഡേറ്റ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്? തമിഴ്നാടാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിദിനം 2 GB നിരക്കിൽ സൗജന്യ ഡേറ്റ നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയും ഗാനരചയിതാവുമായിരുന്ന വ്യക്തിയാണ് അനിൽ പനച്ചൂരാൻ. 2021 ജനുവരിയിലാണ് അനിൽ പനച്ചൂരാൻ അന്തരിച്ചത്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് സംവിധായകനാണ് മൈക്കിൾ ആപ്റ്റൺ. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് സംവിധായകൻ മൈക്കിൾ ആപ്റ്റൺ. ഇന്ത്യയുടെ പുതിയ വിദേശ വ്യാപാര നയം 2021 മുതൽ 2026 വരെ നിലവിൽ വരുന്നത് എന്ന് മുതലാണ്? 2021 ഏപ്രിൽ 1 മുതലാണ്. ഇന്ത്യയുടെ പുതിയ വിദേശ വ്യാപാര നയം 2021 to 2026 നിലവിൽ വരുന്നത് 2021 ഏപ്രിൽ 1 മുതലാണ്. 29ാമത് ഭീമ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്? KR വിശ്വനാഥൻ. 29ാമത് ഭീമ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KR വിശ്വനാഥൻ. 29ാമത് ഭീമ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KR വിശ്വനാഥൻ. ഇന്ത്യൻ ആർമിയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിൻ്റെ ആദ്യ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഗൗതം ചൗഹാനാണ്. ഇന്ത്യൻ ആർമിയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിൻ്റെ ആദ്യത്തെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഗൗതം ചൗഹാൻ. ഇന്ത്യൻ ആർമിയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിൻ്റെ ആദ്യത്തെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഗൗതം ചൗഹാൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്ന റെയിൽവേ സ്റ്റേഷൻ ശ്രീ സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. ശ്രീ സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ശ്രീ സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. അടുത്തിടെ ഇന്ത്യയിൽ ആദ്യമായി വൻതോതിൽ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഏറ്റവും കൂടുതൽ ലിഥിയം ശേഖരം കണ്ടെത്തിയത് കർണാടകയിലാണ്. ലിഥിയം ശേഖരം കർണാടകയിൽ.
കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാലാ KM മാത്യു പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് പെരുന്തച്ചൻ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാലാ KM മാത്യു പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് പെരുന്തച്ചനാണ്. ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന സജീവ രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദിയാണ്. അടുത്തിടെ അന്തരിച്ച ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിലെ ഇരകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഭോപ്പാൽ ഗ്യാസ് പീഡിത് മഹിളാ ഉദ്യോഗ് സംഗതൻ BJP MUS മുൻനിര പോരാളിയായ വനിതയാണ് ഹമീദ ബി. അടുത്തിടെ അന്തരിച്ച ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിലെ ഇരകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഭോപ്പാൽ ഗ്യാസ് പീഡിത് മഹിളാ ഉദ്യോഗ് സംഗതൻ്റെ മുൻനിര പോരാളിയായ വനിതയാണ് ഹമീദ ബി. 2021 ജനുവരിയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് ശബരിമലയിലാണ്. 2021 ജനുവരിയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് ശബരിമലയിലാണ്. ലോകത്താദ്യമായി ആഗോളതലത്തിൽ ആണവായുധങ്ങൾ നിരോധിച്ചുകൊണ്ട് നിലവിൽ വന്ന UN ആണവായുധ നിരോധന കരാർ ആദ്യഘട്ടത്തിൽ എത്ര രാജ്യങ്ങളാണ് അംഗീകരിച്ചത്? 61. ലോകത്താദ്യമായി ആഗോളതലത്തിൽ ആണവായുധങ്ങൾ നിരോധിച്ചുകൊണ്ട് നിലവിൽ വന്ന UN ആണവായുധ നിരോധന കരാർ ആദ്യഘട്ടത്തിൽ എത്ര രാജ്യങ്ങളാണ് അംഗീകരിച്ചത്? 61. ക്ലബ് FMൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. പ്രൊഫഷണൽ ഫുട്ബോളിൽ രാജ്യത്തിനും ക്ലബിനുമായി ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരമെന്ന റെക്കോർഡിന് അർഹനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രൊഫഷണൽ ഫുട്ബോളിൽ രാജ്യത്തിനും ക്ലബിനുമായി ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരമെന്ന റെക്കോർഡിന് അർഹനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രൊഫഷണൽ ഫുട്ബോളിൽ രാജ്യത്തിനും ക്ലബിനുമായി ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരമെന്ന റെക്കോർഡിന് അർഹനായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 51ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് ഇൻടു ദി ഡാർക്ക്നെസ്. 51ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയത് ഇൻടു ദി ഡാർക്ക്നെസ്. നിക്ഷേപകർ, പ്രൊഫഷണലുകൾ, കലാകാരന്മാർ തുടങ്ങിയവർക്ക് അതത് രാജ്യങ്ങളിലെ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഇരട്ട പൗരത്വം നൽകാൻ തീരുമാനിച്ച രാജ്യം UAE. നിക്ഷേപകർ, പ്രൊഫഷണലുകൾ, കലാകാരന്മാർ തുടങ്ങിയവർക്ക് അതത് രാജ്യങ്ങളിലെ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഇരട്ട പൗരത്വം നൽകാൻ തീരുമാനിച്ച രാജ്യം UAE ആണ്. പത്മശ്രീ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ടേബിൾ ടെന്നീസ് താരമാണ് മൗമ ദാസ്. പത്മശ്രീ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ടേബിൾ ടെന്നീസ് താരം മൗമ ദാസ്. അടുത്തിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇഗ്ലൂ കഫേ ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശമാണ് ശ്രീനഗർ. 2021 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായികയാണ് KS ചിത്ര. 2021 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായിക KS ചിത്ര. 2021 ACFT യുനെസ്കോ ഗാന്ധി പുരസ്കാരം നേടിയ ചലച്ചിത്രം 200 മീറ്റേഴ്സ്. 2021 ACFT യുനെസ്കോ ഗാന്ധി പുരസ്കാരം നേടിയ ചലച്ചിത്രമാണ് 200 മീറ്റേഴ്സ്. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞനാണ് ഉസ്താദ് ഗുലാം മുസ്തഫ. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ഉസ്താദ് ഗുലാം മുസ്തഫയാണ് 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ. ദ വീക്ക് മാൻ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടൻ സോനു സൂദ്. ദ വീക്ക് മാൻ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടൻ സോനു സൂദ്. സുരക്ഷയ്ക്കും അന്വേഷണത്തിനായി റെയിൽവേ ആരംഭിച്ച ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 139. സുരക്ഷയ്ക്കും അന്വേഷണത്തിനുമായി റെയിൽവേ ആരംഭിച്ച ഏകീകൃത ടോൾ ഫ്രീ നമ്പർ 139. ഡെസേർട്ട് നൈറ്റ് 21 ഏതെല്ലാം രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസമാണ്? ഇന്ത്യ, ഫ്രാൻസ് സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് 21. ഇന്ത്യ, ഫ്രാൻസ് സൈനിക അഭ്യാസമാണ്. 2021 ജനുവരിയിൽ കായിക രംഗത്തു നിന്നും വിരമിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് വെയിൻ റൂണി. 2021 ജനുവരിയിൽ കായിക രംഗത്തു നിന്നും വിരമിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഫുട്ബോൾ താരം വെയിൻ റൂണി. 2021 ജനുവരിയിൽ കായിക രംഗത്തു നിന്നും വിരമിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഫുട്ബോൾ താരം വെയിൻ റൂണി. 2021 റൊമെയ്ൻ റോളണ്ട്
പ്രൈസിന് അർഹമായ തമിഴ് നോവലാണ് ഉല്ലാസ തിരുമണം. 2021 റൊമൈൻ റോളണ്ട് ബുക്ക് പ്രൈസിന് അർഹമായ തമിഴ് നോവൽ ഉല്ലാസ തിരുമണം. 2021 റൊമൈൻ റോളണ്ട് ബുക്ക് പ്രൈസിന് അർഹമായ തമിഴ് നോവൽ ഉല്ലാസ തിരുമണം. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ AFC ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ്ബാണ് FC ഗോവ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ്ബാണ് FC ഗോവ. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 150 ഉയർത്തിയത്? ഉത്തരാഖണ്ഡാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 150 ഉയർത്തിയത് ഉത്തരാഖണ്ഡിലാണ്. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൈന്യത്തിൽ ചേരാനുള്ള വിലക്ക് നീക്കിയ രാജ്യം അമേരിക്കയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൈന്യത്തിൽ ചേരാനുള്ള വിലക്ക് നീക്കിയ രാജ്യം അമേരിക്കയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 30 തവണ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 30 തവണ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 30 തവണ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ. 2021 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത ഗായകനാണ് SP ബാലസുബ്രഹ്മണ്യം. 2021 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത ഗായകനാണ് SP ബാലസുബ്രഹ്മണ്യം. 1ാമത് ഖേലോ ഇന്ത്യ സൻസ്കാർ വിന്റർ സ്പോർട്സ് ആൻഡ് യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് കാർഗിലാണ്. ആദ്യത്തെ ഖേലോ ഇന്ത്യ സൻസ്കാർ വിന്റർ സ്പോർട്സ് ആൻഡ് യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് കാർഗിലാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഓൺലൈൻ റേഡിയോ ആണ് ഹലോ വോട്ടേഴ്സ്. നാഷണൽ വോട്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഓൺലൈൻ റേഡിയോ ആണ് ഹലോ വോട്ടേഴ്സ്. മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ നോളജ് പാർട്ട്ണർ ആകുന്ന കമ്പനിയാണ് വിപ്രോ ഗ്രൂപ്പ്. മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ നോളജ് പാർട്ട്ണർ ആകുന്ന കമ്പനി വിപ്രോ ഗ്രൂപ്പാണ്. മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ നോളജ് പാർട്ട്ണർ ആകുന്ന കമ്പനി വിപ്രോ ഗ്രൂപ്പ്. മത്സര ഫുട്ബോളിലെ ഏറ്റവും ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ ഗോൾ കീപ്പർ ടോം കിങ് ആണ്. മത്സര ഫുട്ബോളിലെ ഏറ്റവും ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ ഗോൾ കീപ്പർ ടോം കിങ്. മത്സര ഫുട്ബോളിലെ ഏറ്റവും ദൂരമേറിയ ഗോളിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ ഗോൾ കീപ്പറാണ് ടോം കിങ്. 2021 മരണാനന്തര ബഹുമതിയായി ജീവൻ രക്ഷാ പതക് ധീരതാ പുരസ്കാരം ലഭിച്ച മലയാളി ബാലനാണ് മുഹമ്മദ് മുഹ്സിൻ. 2021 മരണാനന്തര ബഹുമതിയായി ജീവൻ രക്ഷാ പതക് ധീരതാ പുരസ്കാരം ലഭിച്ച മലയാളി ബാലൻ മുഹമ്മദ് മുഹ്സിൻ. ജയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ജയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഗ്ലോബൽ ഫയർ പവർ നേഷൻസ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്തിലെ ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ലോകത്തിലെ ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. അടുത്തിടെ ഒറ്റ റോക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. അടുത്തിടെ ഒറ്റ റോക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച ബഹിരാകാശ ഏജൻസി സ്പേസ് എക്സ്. അടുത്തിടെ ഒറ്റ റോക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. സൗരോർജ്ജ മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണയിൽ ഏർപ്പെടുന്ന രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. സൗരോർജ്ജ മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണയിൽ ഏർപ്പെടുന്ന രാജ്യം ഉസ്ബെക്കിസ്ഥാൻ. സൗരോർജ്ജ മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണയിൽ ഏർപ്പെടുന്ന രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. 2021 ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. 2021 ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. 2021 ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. പുതിയ വിദേശ നിക്ഷേപത്തിൽ അമേരിക്കയെ മറികടന്ന് ഒന്നാമതെത്തിയ രാജ്യം ചൈനയാണ്. പുതിയ വിദേശ നിക്ഷേപത്തിൽ അമേരിക്കയെ മറികടന്ന് ഒന്നാമതെത്തിയ രാജ്യം ചൈനയാണ്. ഇന്ത്യൻ യുവജനങ്ങളെ തൊഴിൽ നൈപുണ്യത്തോടെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 3.0. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 3.0 ഇന്ത്യൻ യുവജനങ്ങളെ തൊഴിൽ നൈപുണ്യത്തോടെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 3.0. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പരാക്രം ദിവസ്.
നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം ഇനി മുതൽ പരാക്രം ദിവസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം ഇനി മുതൽ പരാക്രം ദിവസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോമനാഥ് ടെമ്പിൾ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് നരേന്ദ്രമോദിയാണ്. സോമനാഥ് ടെമ്പിൾ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നരേന്ദ്രമോദി. സോമനാഥ് ടെമ്പിൾ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നരേന്ദ്രമോദി. ഗാബയിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത്? 32. ഗാബയിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത്? 32. ഗാബയിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത്? 32. 2022 FC വുമൺസ് ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2022 AFC വുമൺസ് ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2022 AFC വുമൺസ് ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. അടുത്തിടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുനർനാമകരണം ചെയ്ത ഹൗറ കൽക്ക മെയിലിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ്. ഹൗറ കൽക്ക മെയിലിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ്. ഹൗറ കൽക്ക മെയിലിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ്. ഇന്ത്യ MiG-29 വിമാനങ്ങളും സുഖോയ് 30 വിമാനങ്ങളും വാങ്ങുന്നത് ഏത് രാജ്യത്തിൻ്റെ പക്കൽ നിന്നാണ്? റഷ്യ. ഇന്ത്യ MiG-29 വിമാനങ്ങളും സുഖോയ് 30 വിമാനങ്ങളും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ MiG-29 വിമാനങ്ങളും സുഖോയ് 30 വിമാനങ്ങളും വാങ്ങുന്നത് ഏത് രാജ്യത്തിൻ്റെ പക്കൽ നിന്നാണ്? റഷ്യ. നീതി ആയോഗിൻ്റെ 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമത്തെ സംസ്ഥാനം കർണാടകയാണ്. നീതി ആയോഗിൻ്റെ 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. നീതി ആയോഗിൻ്റെ 2020 ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. 2020 താൻസൻ സമ്മാൻ നേടിയത് സതീഷ് വ്യാസ്. 2020 താൻസൻ സമ്മാൻ നേടിയത് സതീഷ് വ്യാസ്. 2020 താൻസൻ സമ്മാൻ നേടിയത് സതീഷ് വ്യാസ്. ബ്രിട്ടനിലെ പരമോന്നത ബഹുമതികളിലൊന്നായ നൈറ്റ്ഹുഡിന് അർഹനായ റേസിംഗ് താരം ലൂയിസ് ഹാമിൽട്ടൺ. ബ്രിട്ടനിലെ പരമോന്നത ബഹുമതികളിലൊന്നായ നൈറ്റ്ഹുഡിന് അർഹനായ റേസിംഗ് താരം ലൂയിസ് ഹാമിൽട്ടൺ. ബ്രിട്ടനിലെ പരമോന്നത ബഹുമതികളിലൊന്നായ നൈറ്റ്ഹുഡിന് അർഹനായ റേസിംഗ് താരം ലൂയിസ് ഹാമിൽട്ടൺ. കോവിഡ് വ്യാപനം തടയാനായി 2021 ജനുവരിയിൽ ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം മലേഷ്യ. കോവിഡ് വ്യാപനം തടയാനായി 2021 ജനുവരിയിൽ ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം മലേഷ്യ. അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരം മറഡോണയുടെ പ്രതിമ നിലവിൽ വരുന്ന കേരളത്തിലെ സ്റ്റേഡിയം ജവഹർ സ്റ്റേഡിയം. അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരം മറഡോണയുടെ പ്രതിമ നിലവിൽ വരുന്ന കേരളത്തിലെ സ്റ്റേഡിയം ജവഹർ സ്റ്റേഡിയം. അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരം മറഡോണയുടെ പ്രതിമ നിലവിൽ വരുന്ന കേരളത്തിലെ സ്റ്റേഡിയം ജവഹർ സ്റ്റേഡിയം. ചെസ് വെബ്സൈറ്റായ chess.com ഇന്ത്യ 2020 ഏറ്റവും മികച്ച ഇന്ത്യൻ ചെസ് താരമായി തിരഞ്ഞെടുത്ത മലയാളി നിഹാൽ സരിൻ. ചെസ് വെബ്സൈറ്റായ chess.com ഇന്ത്യ 2020 ഏറ്റവും മികച്ച ചെസ് താരമായി തിരഞ്ഞെടുത്ത മലയാളിയാണ് നിഹാൽ സരിൻ. അഭിവൃദ്ധി ഉറപ്പു നൽകുന്ന ജപമാലകൾ അടക്കമുള്ള മന്ത്രോപകരണങ്ങളുടെ പരസ്യം തടയണമെന്ന് അടുത്തിടെ നിരീക്ഷണം നടത്തിയ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി. അഭിവൃദ്ധി ഉറപ്പു നൽകുന്ന ജപമാലകൾ അടക്കമുള്ള മന്ത്രോപകരണങ്ങളുടെ പരസ്യം തടയണമെന്ന് അടുത്തിടെ നിരീക്ഷണം നടത്തിയ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി. അഭിവൃദ്ധി ഉറപ്പ് നൽകുന്ന ജപമാലകൾ അടക്കമുള്ള മന്ത്രോപകരണങ്ങളുടെ പരസ്യം തടയണമെന്ന് അടുത്തിടെ നിരീക്ഷണം നടത്തിയ ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രാഫ്റ്റ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കോവളം. അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രാഫ്റ്റ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചത് കോവളത്താണ്. അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രാഫ്റ്റ് വില്ലേജ് കോവളത്ത്. ക്രാഫ്റ്റ് വില്ലേജ് കോവളത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രാഫ്റ്റ് വില്ലേജ് കോവളത്ത്. അടുത്തിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ യങ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് ഹുഡ് അക്കാഡമിയുമായി ധാരണയിലേർപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബാണ് FC ഇംഫാൽ സിറ്റി. അടുത്തിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ യങ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് ഹുഡ് അക്കാഡമിയുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബ് FC ഇംഫാൽ സിറ്റി. കൂളിംഗ് പേപ്പർ, കർട്ടൻ എന്നിവ നീക്കം ചെയ്യാത്ത വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്രീൻ.
കൂളിംഗ് പേപ്പർ, കർട്ടൻ എന്നിവ നീക്കം ചെയ്യാത്ത വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്രീൻ. കൂളിംഗ് പേപ്പർ, കർട്ടൻ എന്നിവ നീക്കം ചെയ്യാത്ത വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്രീൻ. ഇന്ത്യയുടെ പുതിയ വിദേശ വ്യാപാര നയം 2021-26 നിലവിൽ വരുന്നത് എന്ന് മുതലാണ്? 2021 ഏപ്രിൽ 1 മുതൽ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ്. 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് ഏത് രാജ്യത്തെ സൈനികരായിരുന്നു? ബംഗ്ലാദേശ് സൈനികരാണ്. 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത സൈനികർ ബംഗ്ലാദേശിലെ സൈനികരായിരുന്നു. ദ പോപ്പുലേഷൻ മിത്ത്, ഇസ്ലാം, ഫാമിലി പ്ലാനിംഗ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് SY ഖുറൈഷി. ദ പോപ്പുലേഷൻ മിത്ത്, ഇസ്ലാം, ഫാമിലി പ്ലാനിംഗ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് SY ഖുറൈഷി. ദ പോപ്പുലേഷൻ മിത്ത്, ഇസ്ലാം, ഫാമിലി പ്ലാനിംഗ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് SY ഖുറൈഷി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 7500 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് സ്റ്റീവ് സ്മിത്ത് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 7500 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് സ്റ്റീവ് സ്മിത്ത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 7500 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയതാരാണ്? സ്റ്റീവ് സ്മിത്ത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വിവിധ സീസണുകളിൽ നിന്നായി 100 കോടി രൂപ പ്രതിഫലമായി നേടിയ ആദ്യ വിദേശ താരം AB ഡിവില്ലിയേഴ്സ് ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വിവിധ സീസണുകളിൽ നിന്നായി 100 കോടി രൂപ പ്രതിഫലമായി നേടിയ ആദ്യ വിദേശ താരം AB ഡിവില്ലിയേഴ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വിവിധ സീസണുകളിൽ നിന്നായി 100 കോടി രൂപ പ്രതിഫലമായി നേടിയ ആദ്യ വിദേശ താരം AB ഡിവില്ലിയേഴ്സ്. 2021 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 86. 2021 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 86. 2020-21 വർഷത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് അത്ലറ്റിക് ബിൽബാവോ. 2020-21 വർഷത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് അത്ലറ്റിക് ബിൽബാവോ.